നോമ്പ് 4-ാം വെള്ളി. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 17-ാം അധ്യായം 9 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. ശിഷ്യന്മാർക്ക് വേണ്ടിയുള്ള മധ്യസ്ഥ പ്രാർത്ഥന. ലോകം വിട്ട് വീണ്ടും പിതാവിങ്കിലേക്ക് പോകുവാൻ സമയമായിരുന്നു തിരിച്ചറിഞ്ഞ യേശു തന്റെ സന്തത സഹചാരികളായ ശിഷ്യർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്ന 17-ാം അധ്യായത്തിലെ 2-ാം ഭാഗമാണ് ഇന്നത്തെ ചിന്താവിഷയം. 1-ാം ഭാഗത്ത് യേശു തനിക്ക് വേണ്ടി തന്നെയും 3-ാം ഭാഗത്ത് ഭാവിയിൽ തന്നെ അനുഗമിക്കാനിരിക്കുന്നവർക്ക് വേണ്ടിയുള്ള യേശുവിന്റെ മധ്യസ്ഥ പ്രാർത്ഥനയാണ് നാം കാണുക. അവർ ഈ ലോകത്തിലായിരിക്കുന്നിടത്തോളം കാലം ദുഷ്ടനിൽ നിന്നുണ്ടാകാവുന്ന പലവിധ അക്രമങ്ങളിൽ നിന്നുള്ള സംരക്ഷണമാണ് യേശു യാചിക്കുന്നത്. സത്യമെന്ന പോലെ അസത്യത്തെ ചിത്രീകരിക്കാനുള്ള അവന്റെ തന്ത്രത്തിൽ വീണു പോകാതിരിക്കാൻ അവരെ രക്ഷിക്കണമെന്ന യാചനയാണ് യേശു നടത്തുന്നത്. സത്യത്തിൽ വിശുദ്ധീകരിക്കപ്പെട്ട് കഴിയുമ്പോഴാണ് അവനെ പ്രതിരോധിക്കുവാനുള്ള ശക്തി അവർ സ്വായത്തമാക്കുക. അവിടുത്തെ വചനമാണ് സത്യം. 17-ാം വാക്യത്തിൽ പറയുന്നു, സ്വർഗത്തിൽ നിന്നും അയക്കപ്പെട്ട യേശു തന്നെ തന്നെ സത്യത്താൽ വിശുദ്ധീകരിച്ചുകൊണ്ടാണ് ശിഷ്യന്മാർക്ക് മാതൃകയായി തീർന്നത്. ആസന്നമായ അവന്റെ മരണത്തിലൂടെയാണ് ഈ വിശുദ്ധീകരണം പൂർത്തിയാക്കപ്പെട്ടത്.